ദൈവ തിരുനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. വീണ്ടും നാം കർത്താവിൻ്റെ പാദപീഠത്തിൽ വന്നെത്തിയിരിക്കുന്നു. കർത്താവ് പറഞ്ഞു, അല്പമേ വേണ്ടൂ, അല്ല ഒന്നു മതി. മറിയ നല്ല അംശം തിരഞ്ഞെടുത്തിരിക്കുന്നു. നല്ല അംശം ക്രിസ്തുവാണ്. നല്ല അംശം യേശുവാണ്. നല്ല അംശം വചനമാണ്. വചനത്തിനു മുമ്പാകെ നാം ഇരിക്കുകയാണ്. നാം ബൈബിൾ പഠിക്കാൻ തുടങ്ങുകയാണ്. കർത്താവിന് സ്തോത്രം. അക്ഷരത്തിൻ്റെ ശുശ്രൂഷയല്ല, ആത്മാവിൻ്റെ ശുശ്രൂഷ. അക്ഷരം കൊല്ലുന്നു, ആത്മാവോ ജീവിപ്പിക്കുന്നു. ഞാൻ വേദപുസ്തകത്തിൽ പലയിടത്തുമായി കിടക്കുന്ന ചില വാക്യങ്ങളും ദൈവമക്കളെ ശ്രദ്ധയിൽപ്പെടുത്തിയെന്നേ ഉള്ളൂ. നിങ്ങൾ വളരെ താല്പര്യത്തോടെ ഈ യൂട്യൂബിലൂടെ ബൈബിൾ ക്ലാസ്സിൻ്റെ ഓരോ ആഴ്ചയിലുമുള്ളതായ എപ്പിസോഡുകൾ, ശുശ്രൂഷകൾ നിങ്ങൾ അറ്റൻഡ് ചെയ്യുന്നതോർത്ത് ഞാൻ കർത്താവിനെ സ്തുതിക്കുകയും ഇത് അറ്റൻഡ് ചെയ്യുന്ന നിങ്ങളെ ഓരോരുത്തരെയും ഞാൻ അഭിനന്ദിക്കുകയും ചെയ്യുന്നു. കാരണം ദൈവത്തിൻ്റെ വചനം വായിക്കുന്നത് ഭാഗ്യമാണ്, വായിച്ച് കേൾപ്പിക്കുന്നത് ഭാഗ്യമാണ്, അത് ഗ്രഹിക്കുന്നത് ഭാഗ്യമാണ്, അത് അനുസരിക്കുന്നത് ഭാഗ്യമാണ്, പ്രമാണിക്കുന്നത് ഭാഗ്യമാണ്. വചനം ക്രിസ്തുവാണ്. വചനത്തോടടുക്കുന്നവൻ ദൈവത്തോടടുക്കുന്നു, വചനത്തിൽ നകലുന്നവൻ ദൈവത്തിൽ നകന്നു പോകുന്നു. നാം പരിശുദ്ധാത്മാവിനെക്കുറിച്ചാണ് ചിന്തിച്ചു കൊണ്ടിരുന്നത്, അല്ല അനുഭവിച്ചു കൊണ്ടിരുന്നത്. പരിശുദ്ധാത്മാവിനെക്കുറിച്ച് പഠിക്കുക എന്നുള്ളതിലുപരിയായി നമ്മുടെ ജീവിതത്തിൽ പരിശുദ്ധാത്മാവിൻ്റെ വിവിധ തലങ്ങൾ, വിവിധ പ്രവർത്തനങ്ങൾ, വിവിധ രൂപത്തിലും ഭാവത്തിലും പരിശുദ്ധാത്മാവിൻ്റെ ഇടപെടലുകൾ നമുക്ക് അനുഭവിക്കണം. പരിശുദ്ധാത്മാവ്, സ്തോത്രം. അതിന് നമുക്ക് ഈ പരിശുദ്ധാത്മാവിനെക്കുറിച്ച് അറിയുവാനും അനുഭവിപ്പാനും പരിശുദ്ധാത്മാവിൻ്റെ കൃപ വേണം. പരിശുദ്ധാത്മാവിൻ കൂട്ടായ്മ വേണം. പരിശുദ്ധാത്മാവിൻ കാവൽ വേണം. പരിശുദ്ധാത്മാവിൻ്റെ കൂടെ വേണം. പരിശുദ്ധാത്മാവേ, നമുക്ക് ജീവനുള്ള ദൈവത്തോട് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ ശുശ്രൂഷയിലേക്ക് വരാം. നാം പരിശുദ്ധാത്മാവിനെക്കുറിച്ച് കുറേ കാര്യങ്ങൾ പഠിച്ചു. പേരുകൾ, സാദൃശ്യങ്ങൾ, എവിടെയെല്ലാം പരിശുദ്ധാത്മാവിനെക്കുറിച്ച് രേഖപ്പെടുത്തിയിട്ടുണ്ട്. അതിനെ അടിസ്ഥാനപ്പെടുത്തി ഉൽപ്പത്തി പുസ്തകം മുതൽ നമ്മൾ ഒരു ചെറിയ ഡീപ്പ് സ്റ്റഡിയൊന്നുമല്ല, ഒരു ചെറിയ സ്റ്റഡി ചിന്തിക്കുകയായിരുന്നു. ഉൽപ്പത്തി പുസ്തകത്തിൽ ഏതാണ്ട് 3 ഭാഗങ്ങളിലായിട്ട് പരിശുദ്ധാത്മാവിനെക്കുറിച്ച് രേഖപ്പെടുത്തിയത് നമ്മൾ ചിന്തിച്ചു. അത് ഉൽപ്പത്തി പുസ്തകം 1-ാം അധ്യായം 2-ാമത്തെ വാക്യത്തിൽ സൃഷ്ടിപ്പിൻ്റെ ആ സമയത്ത് പരിശുദ്ധാത്മാവ് വ്യാപരിച്ചുവെന്ന് നാം ചിന്തിച്ചു. വീണ്ടും 6-ാമത്തെ അധ്യായം ഉൽപ്പത്തി പുസ്തകത്തിലേക്ക് വന്നപ്പോൾ മനുഷ്യനിൽ സദാകാലവും ദൈവത്തിൻ്റെ ആത്മാവ് വ്യാപരിക്കുകയില്ല. അതുകൊണ്ട് ദൈവാത്മാവ് വ്യാപരിക്കുന്ന, നമ്മോട് സംസാരിക്കുന്ന ദൈവത്തിൻ്റെ സന്ദർശനകാലം ഏറ്റവും പ്രയോജനപ്പെടുത്തണമെന്ന് നാം ചിന്തിച്ചു. വീണ്ടും അന്നത്തെ ഈജിപ്റ്റ് ഭരിച്ചുകൊണ്ടിരുന്ന ഫറവോ യോസേഫിനെക്കുറിച്ച് പറഞ്ഞു, ദൈവാത്മാവുള്ള ഇങ്ങനെ ഒരുത്തനെ കണ്ടുകിട്ടുമോ എന്ന് ഉൽപ്പത്തി 41:38. അതോടുകൂടി ഉൽപ്പത്തി പുസ്തകത്തിൽ പരിശുദ്ധാത്മാവിനെക്കുറിച്ച് പ്രകടമായി പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ തീർന്നു. പക്ഷേ പ്രകടമായിട്ടല്ലാതെ വ്യംഗ്യമായി പരിശുദ്ധാത്മാവിനെക്കുറിച്ചുള്ള പ്രവർത്തനങ്ങളും കാര്യപരിപാടികളെല്ലാം വേദപുസ്തകത്തിൻ്റെ ഓരോ താളുകളിലും, ഓരോ വാക്യങ്ങളിലും, ഓരോ വാക്കുകളിലും, ഓരോ അക്ഷരങ്ങളിലും പരിശുദ്ധാത്മാവിനെക്കുറിച്ചുള്ള കാര്യങ്ങൾ നിറഞ്ഞു നിൽക്കുന്നു. പരിശുദ്ധാത്മാവിൻ്റെ പ്രവർത്തനങ്ങൾ നമുക്ക് പൊതുവായി ഈ കാര്യങ്ങളൊക്കെ ഒന്ന് പഠിക്കാം. ഇന്ന് പുറപ്പാട് പുസ്തകത്തിലേക്ക് നാം നീങ്ങിയിരിക്കുകയാണ്. പുറപ്പാട് പുസ്തകത്തിൽ 31-ാം അധ്യായം അതിൻ്റെ 3-ാമത്തെ വാക്യം വായിക്കുമ്പോൾ, ഇതാ ഞാൻ യഹൂദാ ഗോത്രത്തിൽ ഹൂരിൻ്റെ മകനായ ഊരിയുടെ മകൻ ബെസലേലിനെ പേർ ചൊല്ലി വിളിച്ചിരിക്കുന്നു. അവൻ കൗശലപ്പണികളെ സങ്കല്പിച്ച് ചെയ്യുവാനും പൊന്ന്, വെള്ളി, താമ്രം എന്നിവ കൊണ്ട് പണി ചെയ്യുവാനും ഈ രത്നം വെട്ടി പതിപ്പിപ്പാനും ഞാൻ അവനെ ആക്കി വച്ചിരിക്കുന്നു. നമുക്കറിയാം, സമാഗമന കൂടാരത്തിൻ്റെ പണി, ടാബർനാക്കിൾ, നിത്യനായ ദൈവം മോശ മുഖാന്തരം അതിൻ്റെ ഉയരം, വീതി, അത് ഓരോന്ന് എങ്ങനെ ഉണ്ടാക്കണം, എല്ലാം സമാഗമന കൂടാരത്തെക്കുറിച്ച് വ്യക്തമായും ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് അഥവാ നിത്യനായ ദൈവം മോശയ്ക്ക് കൃത്യമായ ചില കണക്കുകളോടുകൂടി മാതൃക കൊടുത്തു. എന്നാൽ മോശയ്ക്ക് ലഭിച്ചത് അത് ആരിലൂടെയെങ്കിലും അത് പ്രവർത്തനക്ഷമമാക്കണം.
അത് ഇംപ്ലിമെൻ്റ് ചെയ്യണം. അതിന് കഴിവും പ്രാപ്തിയുള്ളവർ വേണം. പക്ഷേ കഴിവിനേക്കാളും പ്രാപ്തിയേക്കാളും ദൈവം ആഗ്രഹിച്ചത് പരിശുദ്ധാത്മാവിൻ്റെ ജ്ഞാനമുള്ള ഒരാൾ വേണം. അതുകൊണ്ട് ദൈവം ബെസലേലിനെ പേർ ചൊല്ലി വിളിച്ചു. ബെസലേലിൽ ദൈവം ആത്മാവ് നിറച്ച് അവനെ ആ സമാഗമന കൂടാരത്തിൻ്റെ പ്രവർത്തനത്തിനായി പരിശുദ്ധാത്മാവ് നേതൃത്വം കൊടുത്ത് ബെസലേലിനെ നിയമിച്ചു എന്ന് നാം വായിക്കുന്നുണ്ട്. കർത്താവിന് സ്തോത്രം. 35-ാം അധ്യായം 30-ാമത്തെ വാക്യം വായിക്കുമ്പോൾ, എന്നാറേ മോശെ ഇസ്രായേൽ മക്കളോട് പറഞ്ഞത്, നോക്കുവീൻ, യഹോവ യഹൂദാ ഗോത്രത്തിൽ ഹൂരിൻ്റെ മകനായ ഊരിയുടെ മകൻ ബെസലേലിനെ പേർ ചൊല്ലി വിളിച്ചിരിക്കുന്നു. മാത്രവുമല്ല, 33-ാമത്തെ വാക്യം, അവൻ ദിവ്യാത്മാവിനാൽ അവനെ ജ്ഞാനവും ബുദ്ധിയും അറിവും സകലവിധ സാമർത്ഥ്യം കൊണ്ട് നിറച്ചിരിക്കുന്നു. നമുക്കിതിനോടനുബന്ധിച്ച് പഠിക്കുവാനും മനസ്സിലാക്കുവാനുള്ളത്, നമുക്കേതൊരു കാര്യത്തിനും ഒരു കഴിവ് വേണമോ, ഒരു സാമർഥ്യം വേണമോ, ഒരു സ്കില്ല് വേണമോ, അതിന് പരിശുദ്ധാത്മാവ് കൂടിയേ കഴിയും. എന്നെ പിരിഞ്ഞ് നിങ്ങൾക്കൊന്നും ചെയ്യാൻ കഴിയില്ലെന്ന് കർത്താവ് പറഞ്ഞു. കർത്താവിന് സ്തോത്രം. കൊമ്പിന് മുന്തിരിവള്ളിയിൽ വസിച്ചിട്ടല്ലാതെ ഫലം കായ്ക്കാൻ കഴിയാത്തതുപോലെ എന്നിൽ വസിച്ചിട്ടല്ലാതെ നിങ്ങൾക്ക് ഒന്നും ചെയ്യാൻ കഴിയില്ല. പരിശുദ്ധാത്മാവിൻ്റെ കൃപയില്ലാതെ നമുക്ക് ആത്മാവിൻ്റെ ശുശ്രൂഷ ചെയ്യാൻ പറ്റുകയില്ല. പരിശുദ്ധാത്മാവിൻ്റെ കൃപയില്ലാതെ ഈ വചനം വായിച്ചാൽ നമുക്കൊന്നും മനസ്സിലാകുകയില്ല. പരിശുദ്ധാത്മാവിൻ്റെ കൃപയില്ലാതെ നാം സാക്ഷ്യം പറഞ്ഞാലോ, നാം പ്രബോധനം കൊടുത്താലോ, ഒരു പ്രസംഗം നടത്തിയാലോ, ഒരു വചന ശുശ്രൂഷ നടത്തിയാലോ ഒന്നും പ്രയോജനപ്പെടുകയില്ല. പരിശുദ്ധാത്മാവിൻ്റെ കൃപ വേണം. ബെസലേലിന് മോശ മുഖാന്തരം ആ സമാഗമന കൂടാരത്തിൻ്റെ പണി ചെയ്ത് കൃത്യമായി ദൈവിക കണക്കുകളും അരുളപ്പാടുകളും അനുസരിച്ച് കാര്യങ്ങൾ മുന്നോട്ട് വിജയകരമായി നടത്തണമെങ്കിൽ പരിശുദ്ധാത്മാവിൻ്റെ ജ്ഞാനം വേണമെന്ന് ദൈവം മനസ്സിലാക്കുകയും ബെസലേലിൻ്റെ മേൽ ദൈവം തൻ്റെ ജ്ഞാനാത്മാവിനെ പകരുകയും ചെയ്തു. നാം ഓരോരുത്തരും പ്രാർത്ഥിക്കേണ്ടതാണ്. വലിയ സ്കിൽഫുള്ളായിട്ടുള്ള ജോലി ചെയ്യുന്നവരുണ്ട്, അല്ലേ? സ്കിൽഡ് വർക്ക്. അതുപോലെ ടെക്നിക്കലി ഹൈ എൻഡ് ടെക്നോളജി ഉപയോഗിച്ച് വർക്ക് ചെയ്യുന്നവരുണ്ട്. വലിയ വലിയ ടെക്നോളജികൾ, ലേസർ ടെക്നോളജി, അതുപോലെ ഇന്നാണെങ്കിൽ AI ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് വെച്ചുകൊണ്ടുള്ളതായ മെത്തേഡുകളൊക്കെ ഉണ്ട്. CAD/CAM സിസ്റ്റമുണ്ട്. ഇങ്ങനെ വലിയ വലിയ ടെക്നോളജികൾ, വലിയ റോക്കറ്റ് സയൻസുകൾ, ഇല്ലേ? എന്തുമാത്രം കണ്ടുപിടുത്തങ്ങളാണ് ജനങ്ങൾ നടത്തിയിരിക്കുന്നത്. അതൊക്കെ ചില ബുദ്ധിയുടെ ചില അറിവുകളും ജ്ഞാനങ്ങളുമാണ്. എന്നാൽ ദൈവികമായ കാര്യപരിപാടികളിൽ, ഞാൻ പറഞ്ഞത് ഭൗതികമായ കാര്യപരിപാടികളിൽ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് പോലുള്ളതായ പല പല കാര്യങ്ങൾ വെച്ച് പലതും കണ്ടുപിടിക്കാം, ഇല്ലേ? ഒരു രാജ്യത്തേക്ക് അയക്കുന്നതായ ബോംബുകളോ രാജ്യത്തേക്ക് അയക്കുന്നതായ ഷെല്ലുകളോ മറ്റും അത് അവിടുന്ന് പുറപ്പെടുമ്പോൾ തന്നെ ഇവിടെ സെൻസ് ചെയ്ത് അതിനെതിരായിട്ട് ചില ഷെല്ലുകളും മറ്റും വിക്ഷേപിച്ച് വഴിയിൽ വെച്ച് തന്നെ അതിനെ തകർത്ത് കളയുന്ന തരത്തിലുള്ളതായ അനേകം ടെക്നോളജികൾ, ഉപഗ്രഹങ്ങൾ അയച്ച് അതിൽ നിന്നും ഭൂമിയിൽ പിക്ചർ എടുക്കുന്നു, ഭൂമിയിൽ പല കാര്യങ്ങൾ കൺട്രോൾ ചെയ്യുന്നു. ഇങ്ങനെ ഒരുപാട് ടെക്നോളജികൾ ഇന്ന് വളർന്നു കഴിഞ്ഞു. ഇന്ന് ഈ ഭൂമിയിൽ അതാത് ഭരണ സംവിധാനങ്ങൾ നടക്കുന്നത് പോലെ തന്നെ സ്വർഗത്തിൽ ഒരു കിങ്ഡം പ്രിൻസിപ്പിളുണ്ട്. കിങ്ഡം പ്രിൻസിപ്പിൾ, ദൈവികമായ ഒരു ഭരണതലം, ദൈവിക പദ്ധതികൾ, ദൈവിക അഡ്മിനിസ്ട്രേഷൻസ്, ദൈവിക പദവികൾ കൊടുത്ത് ദൈവം ആക്കി വച്ചിരിക്കുന്ന ശുശ്രൂഷകൾ, ദൈവിക തലത്തിൽ ദൂതന്മാർ, അതുപോലെ ദൈവം ആക്കി വച്ചിരിക്കുന്ന ദൈവിക പൊസിഷനിലുള്ളവർക്കുള്ളതായ പ്രൊട്ടക്ഷൻ. ഇവിടെ കാണുന്നില്ലേ, പ്രധാനമന്ത്രിക്കോ പ്രസിഡൻറ്റിനോ അല്ലെങ്കിൽ ഭൂമിയിൽ ഭരിക്കുന്ന ഏതെങ്കിലും രാജാക്കന്മാർക്ക് ഒരു പ്രത്യേക പ്രൊട്ടക്ഷൻ കൊടുക്കുന്ന പോലെ, അല്ലെങ്കിൽ അവരൊരു സംവിധാനം ചെയ്യുന്നത് പോലെ ഒരു കിങ്ഡം പ്രിൻസിപ്പിളുണ്ട്. അതിനനുസരിച്ച് കാര്യങ്ങൾ ചെയ്യണമെങ്കിൽ, കിങ്ഡം പ്രിൻസിപ്പിൾസ് അനുസരിച്ച് കാര്യങ്ങൾ ചെയ്യണമെങ്കിൽ പരിശുദ്ധാത്മാവ് നമ്മുടെ മേൽ വന്ന് ഈ പരിശുദ്ധാത്മാവ് നമുക്ക് ജ്ഞാനം തന്നാലേ അത് പറ്റുകയുള്ളൂ. കർത്താവിന് സ്തോത്രം. ദൈവിക കാര്യപരിപാടികളെല്ലാം
പരിശുദ്ധാത്മാവിൻ്റെ സഹായത്തോടെ മാത്രമേ നടക്കുകയുള്ളൂ. ഇല്ലെങ്കിൽ അത് ജഡത്തിലായി പോകും. ജഡത്തിൽ ദൈവിക കാര്യങ്ങൾ ചെയ്താൽ ആത്മീക കാര്യങ്ങൾ, ആത്മീയ ശുശ്രൂഷകളാകട്ടെ, ആത്മീക പദ്ധതികളാകട്ടെ, ആത്മീക കാര്യപരിപാടികളാകട്ടെ, അത് നമ്മുടെ ജഡത്തിലോ ബുദ്ധിയിലോ ചെയ്താൽ അത് ഫലപ്പെടുകയില്ല എന്ന് മാത്രമല്ല, ചിലപ്പോൾ അത് അപകടങ്ങൾ വിളിച്ചു വരുത്താൻ സാധ്യതയുമുണ്ട്. വേദപുസ്തകത്തിൽ അതിന് ഒത്തിരി തെളിവുകളുമുണ്ട്. കിങ്ഡം പ്രിൻസിപ്പിൾ അനുസരിച്ച് മുന്നോട്ട് പോകുവാൻ പരിശുദ്ധാത്മാവിൻ്റെ നൽവരവും പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകവും പരിശുദ്ധാത്മാവിൻ്റെ ജ്ഞാനവും വേണം. അതിന് ഉത്തമ ഉദാഹരണമായിരുന്നു സമാഗമന കൂടാരം, ടാബർനാക്കിൾ. അത് ഉണ്ടാക്കുവാൻ മോശയ്ക്ക് ദൈവം അരുളപ്പാട് കൊടുത്ത അതേ പദ്ധതി പ്രകാരം, കണക്ക് പ്രകാരം അതെല്ലാം ജ്ഞാനാത്മാവിൽ ഗ്രഹിച്ച് ചെയ്യുവാൻ ബസലേലിന് ദൈവം കൃപ കൊടുത്തു. എന്നാൽ അതുപോലെ തന്നെ നാം വായിക്കുന്ന മറ്റൊരു കാര്യമുണ്ട്. പുറപ്പാട് പുസ്തകം 35-ാം അധ്യായം അതിൻ്റെ 34-ാമത്തെ വാക്യം വായിക്കുമ്പോൾ അവൻ്റെ മനസ്സിലും ബസലേലിൻ്റെ മനസ്സിലും മാത്രമല്ല, ദാൻ ഗോത്രത്തിൽ അഹീസാമാക്കിൻ്റെ മകനായ ഒഹലിയാബിൻ്റെ മനസ്സിലും ദൈവം ജ്ഞാനാത്മാവിനെ പകർന്നു. കർത്താവിന് സ്തോത്രം. പ്രിയപ്പെട്ടവരെ, നമ്മുടെ മേൽ പരിശുദ്ധാത്മാവ് വരുമ്പോൾ നമ്മുടെ ബുദ്ധിക്ക് അതീതമായി, ശക്തിക്ക് അതീതമായി അനേക കാര്യങ്ങൾ ചെയ്യുവാൻ ദൈവം നമുക്ക് സ്കില്ല് തരും. എന്നാൽ ഒരു ദൈവത്തിനെ സംബന്ധിച്ചിടത്തോളം അവൻ ആത്മീയ കാര്യങ്ങൾ മാത്രമല്ല, ഭൗതിക കാര്യങ്ങളിലും സ്കില്ല് വെളിപ്പെടുത്തുവാൻ അവന് ജ്ഞാനാത്മാവിനെ ദൈവം നൽകാറുണ്ട്. അതുകൊണ്ടല്ലേ യോസേഫിന് അന്നത്തെ ഭരണ സംവിധാനത്തിൽ ശക്തമായി പ്രവർത്തിക്കാൻ കഴിഞ്ഞത്? അതുകൊണ്ടല്ലേ ദാനിയേലിന് ബാബേൽ രാജ്യത്തിൻ്റെ ഭരണത്തിൽ ശക്തമായി അതിൻ്റെ അഡ്മിനിസ്ട്രേഷൻ ലെവലിൽ കയറി കാര്യങ്ങളെല്ലാം ചെയ്യാനിടയായത്? എന്തുകൊണ്ട്? ജ്ഞാനാത്മാവിനെ നൽകി. യോസേഫിന് മിസ്രൈമിൽ ആ വലിയ ക്ഷാമം വന്നപ്പോൾ ഫറവോന് ഉപദേശം കൊടുക്കുവാൻ തക്കവണ്ണം ആ 7 വർഷത്തെ ക്ഷാമം, 7 വർഷത്തെ സമ്പന്നത, എന്നാൽ 7 വർഷത്തെ സമ്പന്നത കഴിഞ്ഞ് 7 വർഷത്തെ ക്ഷാമം വന്നപ്പോൾ എങ്ങനെ കാര്യങ്ങൾ ക്രമീകരിക്കണമെന്ന് ജ്ഞാനാത്മാവിന് നൽകിയാണ് ദൈവം അന്നത്തെ ക്ഷാമത്തെ പരിഹരിച്ചത്. എൻ്റെ പ്രിയ സഹോദരി സഹോദരങ്ങളെ, നിങ്ങൾ ഈ വാക്കുകൾ കേൾക്കുമ്പോൾ എനിക്ക് കഴിവില്ല, എനിക്ക് പ്രാപ്തിയില്ല, എനിക്ക് സ്കില്ലില്ല, ഇങ്ങനെ നിങ്ങളാരും നിരാശപ്പെട്ടിരിക്കുന്നുണ്ടോ? ഈ ബൈബിൾ ക്ലാസ്സിൽ തന്നെ ഞാൻ നിങ്ങളോട് പറയാം, നിങ്ങൾക്ക് കഴിവ് കുറഞ്ഞ സ്ഥലത്ത് നിങ്ങൾക്ക് കഴിവ് തരാൻ കർത്താവിന് കഴിയും. അത് ചെറിയൊരു കാര്യമാകട്ടെ, ഒരു കറി വയ്ക്കുന്ന കാര്യമാകട്ടെ, ഒരു ഓഫീസ് ഭരിക്കുന്ന കാര്യമാകട്ടെ, ഒരു കുടുംബം നോക്കുന്ന കാര്യമാകട്ടെ, നിങ്ങൾ ഏതെങ്കിലും സ്കിൽഡായിട്ടുള്ള ഏതെങ്കിലും കാര്യങ്ങൾ, ഒരു ഡിസൈൻ വർക്കോ ഒരു എഡിറ്റിംഗ് വർക്കോ അങ്ങനെ കാര്യങ്ങൾ ചെയ്യുന്നിടത്തോ എല്ലായിടത്തും, അല്ലെങ്കിൽ ബിൽഡിങ്ങിൻ്റെ ഡിസൈൻ വരയ്ക്കുന്നു, ഇൻറ്റീരിയർ ഡിസൈൻ ശരിയാക്കുന്നു, ഇങ്ങനെ ദൈവമക്കളായ നിങ്ങൾ അതിലേറ്റവും അഗ്രഗണ്യരായി നിങ്ങൾക്ക് തീരാൻ കഴിയും പരിശുദ്ധാത്മാവിൽ ആശ്രയിച്ചാൽ. സ്തോത്രം. ഞാൻ അതിൽ കൂടുതൽ അത് വിശദീകരിക്കുന്നില്ല. നിങ്ങൾക്ക് കഴിവ് കുറവുണ്ടോ? പരിശുദ്ധാത്മാവിൽ ആശ്രയിക്കുക. ഇനി കർത്താവിന് വേല ചെയ്യുവാൻ, ഒരു സാക്ഷ്യം പറയാനോ, ഒരു വചനം പറയാനോ, ഒരു പ്രബോധനം കൊടുക്കാനോ, ഒരു സഭ നടത്താനോ, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു കോൺഫറൻസിൽ അറ്റൻഡ് ചെയ്യാനോ, അത് കോൺഫറൻസ് നടത്താനോ, ഏത് കാര്യത്തിലും കർത്താവ് നമുക്ക് കൃപ തരും, ആത്മാവിൻ്റെ ജ്ഞാനം തരും. ഒരു പടി കൂടി കടന്ന് സഭയുടെ ആത്മീയ വർധനയ്ക്ക് വേണ്ടി കൃപാവരങ്ങൾ ജ്വലിപ്പിക്കുവാനും ഈ പരിശുദ്ധാത്മാവിൻ്റെ കൃപ വേണം. സ്തോത്രം. പരിശുദ്ധാത്മാവ് തരുന്ന സ്കില്ല്. ദൈവനാമം മഹത്വപ്പെടട്ടെ. അങ്ങനെ പുറപ്പാട് പുസ്തകം 38-ാം അധ്യായം 22-ാമത്തെ വാക്യം വായിക്കുമ്പോൾ, യഹൂദാ ഗോത്രത്തിൽ ഹൂരിൻ്റെ മകനായ ഊരിയുടെ മകൻ ബസലേൽ മോശയോട് യഹോവ കൽപ്പിച്ചതൊക്കെ ഉണ്ടാക്കി. മോശയോട് എങ്ങനെയെല്ലാം ദൈവം കൽപ്പിച്ചുവോ അതുപോലെ തന്നെ ഉണ്ടാക്കുവാൻ ബസലേലിന് കർത്താവ് കൃപ കൊടുത്തു. ഞാൻ ഇന്നത്തെ സാഹചര്യം വെച്ച് പറയട്ടെ, ഇന്ന് സഭകളുണ്ട്, സഭാ നേതൃത്വങ്ങളുണ്ട്, കർത്താവ് കൽപ്പിച്ചാക്കിയിരിക്കുന്ന സഭാ നേതൃത്വങ്ങളുണ്ട്. അവരിലൂടെ ചില ദൈവിക അരുളപ്പാടുകളും ദൈവിക ആലോചനകളും കാലാകാലങ്ങളിൽ സഭയിൽ കൊടുക്കും. ഏത് സഭയുമാകട്ടെ, ആ കാര്യങ്ങൾ അത് ഇംപ്ലിമെൻ്റ് ചെയ്യുവാൻ പരിശുദ്ധാത്മാവുള്ളൊരു കൂട്ടം ഒരു സഭയിലുണ്ടെങ്കിൽ ആ സഭ വളരും. കർത്താവിന് സ്തോത്രം. എല്ലാ കാര്യങ്ങളും ഒരുപക്ഷെ സഭാ നേതൃത്വത്തിലുള്ളവർക്ക് ചെയ്യാൻ പറ്റുകയില്ല, ഒരു പാസ്റ്റർക്ക് പറ്റുകയില്ല, അല്ലെങ്കിൽ ഒരു പ്രവാചകന് പറ്റുകയില്ല, ഒരു അപ്പോസ്തലന് പറ്റുകയില്ല, ഒരു ഉപദേഷ്ടാവിന് പറ്റുകയില്ല. അതെല്ലാം ചെയ്യുവാൻ മോശയോട് ചേർന്ന് യോശുവ നിന്നതുപോലെ
അല്ലെങ്കിൽ മോശയോട് ചേർന്ന് ബെസലേലും ഒഹലിയാവും നിന്നതുപോലെ ഇന്നത്തെ സഭയുടെ വളർച്ചയ്ക്കും സഭയിൽ ദൈവിക കാര്യപരിപാടി ഇംപ്ലിമെൻ്റ് ചെയ്യുവാൻ ഇന്നും ബെസലേലുമാരെ ആവശ്യമുണ്ട്, ഇന്നും ഒഹലിയാവുമാരെ ആവശ്യമുണ്ട്. ഞാൻ ഒരു ചലഞ്ച് പോലെ ഈ വാക്കുകൾ കേൾക്കുന്ന നിങ്ങളോട് പറയട്ടെ, നിങ്ങൾക്ക് ഒരു ബെസലേലാവാവോ? ഞാൻ പറയുന്നത് പേരുകൊണ്ടല്ല, ആ മനോഭാവം കൊണ്ട് ദൈവാത്മാവിനെ അനുസരിക്കുകയും വിധേയപ്പെടുകയും കീഴ്പ്പെടുകയും എങ്ങനെയും അത് ഇംപ്ലിമെൻ്റ് ചെയ്യണമെന്നുള്ളതായ ദൈവം മോശയോട് പറഞ്ഞോ അതങ്ങനെ തന്നെ ബെസലേൽ ചെയ്തു എന്ന് തിരുവചനം എഴുതിയിരിക്കുന്ന പോലെ ഒരു ദൈവത്തിൻ്റെ ബ്രദലിലൂടെ ആത്മീയമായിക്കൊള്ളട്ടെ, സഭയുടെ ഒരു പുരോഗതി ആയിക്കൊള്ളട്ടെ, ഏത് ശുശ്രൂഷയുടെ തലത്തിൽ നിന്നുകൊണ്ട് ഏത് കാര്യങ്ങൾ ചെയ്യണമെങ്കിലും ദൈവനാമത്തിന് മഹത്വത്തിന് വേണ്ടി ചെയ്യണമെങ്കിൽ പരിശുദ്ധാത്മാവിൻ്റെ കൃപ വേണം, പരിശുദ്ധാത്മാവിൻ്റെ ജ്ഞാനം വേണം, പരിശുദ്ധാത്മാവ് നമ്മുടെ മേൽ വരണം. എങ്കിലേ അത് ദൈവം പ്രസാദിക്കുമാർ നടത്താൻ പറ്റുകയുള്ളൂ. സ്തോത്രം. ദൈവനാമത്തോടെ ഞാൻ ആ കാര്യം വിടുന്നു. പുറപ്പാട് പുസ്തകം വേറെ അവിടെയൊന്നും വേറെ പരിശുദ്ധാത്മാവിനെക്കുറിച്ചുള്ള പ്രകടമായ കാര്യങ്ങൾ കാണുന്നില്ല. പിന്നെ ലേവ്യ പുസ്തകത്തിൽ പരിശുദ്ധാത്മാവിനെക്കുറിച്ചുള്ള നേരിട്ടുള്ള പരാമർശനം കാണുന്നില്ലെങ്കിലും ദൈവസന്നിധിയിൽ യാഗങ്ങളും വഴിപാടുകളും അർപ്പിക്കുവാൻ ആത്മീക ശുദ്ധീകരണം വേണമെന്നും ഈ ശുദ്ധീകരണം പരിശുദ്ധാത്മാവെന്ന് നൽകണമെന്നുള്ളതായ വ്യംഗ്യമായ ചില കാഴ്ചപ്പാടുകൾ അവിടെയെല്ലാം രേഖപ്പെടുത്തിയിട്ടുണ്ട്. സ്തോത്രം. നമുക്ക് ഈ കാര്യങ്ങളെല്ലാം പഠിക്കുമ്പോൾ പ്രിയപ്പെട്ടവരെ, പരിശുദ്ധാത്മാവില്ലാതെ ഒന്നും സാധ്യമല്ല എന്ന് നാം കരുതണം. സ്തോത്രം. ഒരു ദൈവത്തിനെ സംബന്ധിച്ചിടത്തോളം പരിശുദ്ധാത്മാവുമായിട്ട് അത്രമാത്രം കൂടിച്ചേർന്ന് പരിശുദ്ധാത്മാവുമായി സഹകരിച്ച് പരിശുദ്ധാത്മാവിന് കീഴ്പ്പെട്ട് മുന്നോട്ട് പോകണം. ഞാൻ പലപ്പോഴും പ്രാർത്ഥിക്കുമ്പോൾ ഇങ്ങനെ പ്രാർത്ഥിക്കാറുണ്ട്: ഐ വെൽക്കം യു ഹോളി സ്പിരിറ്റ്, ഐ ഓണർ യു ഹോളി സ്പിരിറ്റ്, ഐ വിൽ ഒബേ യു ഹോളി സ്പിരിറ്റ്. ഹല്ലേലൂയ. ഐ വിൽ ഓണർ യു ഹോളി സ്പിരിറ്റ്, ഐ വിൽ വർഷിപ്പ് യു ഹോളി സ്പിരിറ്റ്, ഐ വിൽ ഫോളോ യു ഹോളി സ്പിരിറ്റ്. ആ പ്രാർത്ഥന ഞാൻ ആത്മാർത്ഥമായി പറയുമ്പോൾ ഒരു വലിയ സമാധാനവും ഒരു വലിയ ദൈവകൃപയും വരുന്ന ഞാൻ അനുഭവിക്കാറുണ്ട്. പരിശുദ്ധാത്മാവിൻ്റെ ആലോചനകൾക്ക് നാം ഒരിക്കലും എതിര് നിൽക്കരുത്, അതിന് വിഘ്നം വരുത്തരുത്, ആത്മാവിനെ കെടുത്തിക്കളയരുത്, ആത്മാവിനെ കെടുക്കരുത്, ആത്മാവിനെ തുച്ഛീകരിക്കരുത്. ആത്മാവിൻ്റെ വചനങ്ങൾ, ആത്മാവിൻ്റെ ആലോചനകൾ, പരിശുദ്ധാത്മാവിൻ്റെ വഴികൾ, ആ വഴികളിലൂടെ നടന്നാൽ ദൈവം നമ്മെ ദൈവിക പാതയിലൂടെ നയിച്ച് ദൈവം നമ്മിൽ ആഗ്രഹിക്കുന്ന വേലകൾ നിവർത്തിച്ച് കർത്താവിൻ്റെ ഹൃദയപ്രകാരമുള്ള മക്കളാക്കി നമ്മളെ തീർക്കും. സംഖ്യാപുസ്തകത്തിലേക്ക് വരുമ്പോൾ ഈ ദൈവാത്മാവിനെ അനുസരിക്കാത്ത ഒരു ദൈവിക ശുശ്രൂഷ ചെയ്തൊരു പ്രവാചകനെ സംഭവിച്ച വലിയ അബദ്ധങ്ങളെക്കുറിച്ച്, വലിയ വീഴ്ചയെക്കുറിച്ച് നമുക്ക് അടുത്ത ക്ലാസ്സിൽ ചിന്തിക്കാം. ദൈവത്തിൻ്റെ വഴിയിലൂടെ ദൈവാത്മാവിനോട് ചേർന്ന് നടക്കുമ്പോൾ നടന്ന പ്രതിഫലം, ദൈവിക പദ്ധതി നടപ്പിലായത്, കർത്താവിന് സ്തോത്രം, ആ കിങ്ഡം പ്രിൻസിപ്പിൾ, ആ കിങ്ഡം പ്ലാനുകൾ, കിങ്ഡം പദ്ധതികൾ ഈ ഭൂമിയിൽ നിറവേറപ്പെട്ടത്. എന്നാൽ പരിശുദ്ധാത്മാവിന് വിധേയപ്പെടാതെ, പരിശുദ്ധാത്മാവിൻ്റെ കൃപയിൽ ആശ്രയിക്കാതെ, സ്വന്തം വഴിയിലൂടെയും സ്വന്തം ജഡത്തിൻ്റെ ആലോചനയ്ക്കനുസരിച്ചും ബുദ്ധിയുടെ പ്രമാണത്തിനനുസരിച്ച് മുന്നോട്ട് പോയപ്പോൾ, അല്ലെങ്കിൽ സ്വന്തം ജീവിതത്തിലെ പാപത്തോട് യാത്ര പറയാതെ ദ്രവ്യാഗ്രഹത്തോടും മാനുഷികമായ മാന്യതകളോടും മനുഷ്യമാനത്തോടും യാത്ര പറയാതെ മുന്നോട്ട് പോയപ്പോൾ ആത്മാവ് ഒരിക്കൽ ലഭിച്ചുവെങ്കിലും അത് പ്രയോജനപ്പെടാതെ പോയ ഒരു പ്രവാചകനെക്കുറിച്ച് നമുക്ക് അടുത്ത ബൈബിൾ ക്ലാസ്സിൽ പഠിക്കാം. ഇന്ന് നിങ്ങൾ എന്ത് തീരുമാനിക്കുന്നു? എൻ്റെ പ്രിയരെ, ഇന്ന് ഞാൻ അധികം പറഞ്ഞില്ല, വളരെ ചുരുക്കമായ ഒരു ആശയമേ പറഞ്ഞുള്ളൂ. പരിശുദ്ധാത്മാവ് വന്നാൽ കഴിവില്ലാത്തവർക്ക് കഴിവ് കിട്ടും, പരിശുദ്ധാത്മാവ് വന്നാൽ സ്കില്ലില്ലാത്തവർക്ക് സ്കില്ല് കിട്ടും. അത് ഹെവൻലി കാര്യങ്ങളാണെങ്കിലും ഡിവൈൻ കാര്യങ്ങളാണെങ്കിലും, കർത്താവിന് സ്തോത്രം, കിങ്ഡം കാര്യങ്ങളാണെങ്കിലും, ഈ ലോകത്തിലെ കാര്യങ്ങളാണെങ്കിലും, നമ്മുടെ കുടുംബത്തിലെയോ നമ്മുടെ ജോലിയുടെയോ ഏത് കാര്യമാണെങ്കിലും പരിശുദ്ധാത്മാവ് നമ്മുടെ മേൽ വന്നാൽ അതിന് സ്പെഷ്യൽ ഗ്രേസ് കിട്ടും. അതുകൊണ്ട് ഈ ലോകത്തിലെ ചില കാര്യങ്ങൾ ചെയ്യുവാൻ വേണ്ടിയിട്ടല്ല പരിശുദ്ധാത്മാവ് നമ്മുടെ മേൽ തന്നിരിക്കുന്നത്. അത് നാം മനസ്സിലാക്കിക്കൊള്ളണം. ഈ ലോകത്തിലെ ചില കാര്യങ്ങൾ നന്നായി ചെയ്യുവാൻ എനിക്ക് പരിശുദ്ധാത്മാവിനെ തരണം, അതല്ല. പക്ഷേ പരിശുദ്ധാത്മാവ് നമ്മുടെ മേൽ വന്നു കഴിയുമ്പോൾ നമ്മിലൂടെ
ആത്മീയവും ഭൗതികവുമായ എല്ലാ കാര്യങ്ങളും കർത്താവ് ഏറ്റവും ഉചിതമായും ക്രമമായും നയിക്കും. പരിശുദ്ധാത്മാവ് ഗൈഡ് ചെയ്യും, പരിശുദ്ധാത്മാവ് ആലോചന തരും, പരിശുദ്ധാത്മാവ് സ്കില്ല് തരും. നമ്മുടെ കൈകളെ പരിശുദ്ധാത്മാവ് അഭ്യസിപ്പിക്കും. കർത്താവിന് സ്തോത്രം. അങ്ങനെ ഇപ്പോൾ നമ്മൾ ഈ ബൈബിൾ ക്ലാസ് അറ്റൻഡ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ പരിശുദ്ധാത്മാവിനെ നമുക്ക് ആഹ്വാനം ചെയ്യാം. പരിശുദ്ധാത്മാവേ, അവിടുന്ന് ഞങ്ങളിൽ വരണമേ. കിങ്ഡം പ്രിൻസിപ്പിൾ ഈ ഭൂമിയിൽ നിറവേറുവാൻ ഈ ഞങ്ങളിലൂടെ പരിശുദ്ധാത്മാവ് വ്യാപരിച്ച് ഏറ്റവും മനോഹരമായി ദൈവനാമഹത്വത്തിന് വേണ്ടി അത് നടക്കുവാൻ അനേകരിലൂടെ, നെഹമ്യാവിലൂടെയും അതുപോലെ യോശുവയിലൂടെയും ആ കാലഘട്ടത്തിൽ സെരുബ്ബാബേലിലൂടെയും അങ്ങനെ അനേകരിലൂടെ പഴയ നിയമ കാലഘട്ടത്തിൽ ശമൂവേൽ പ്രവാചകനിലൂടെയും മോശയിലൂടെയും യോശുവയിലൂടെയും ദാവീദിലൂടെയും പ്രവാചകന്മാരിലൂടെയും ദൈവത്തെ നിറവേറിയതുപോലെ, എന്നാൽ പുതിയ നിയമസഭയിൽ അപ്പോസ്തലനായ പൗലോസിലൂടെയും പത്രോസിലൂടെയും യാക്കോബിലൂടെയും ഫിലിപ്പോസിലൂടെയും എല്ലാം ദൈവിക പദ്ധതി നിറവേറിയതുപോലെ നമ്മുടെ കാലഘട്ടത്തിൽ പരിശുദ്ധാത്മാവിലൂടെ നമുക്ക് വിട്ടുകൊടുക്കാം. നമ്മുടെ ജീവിതം, നമ്മുടെ ദേഹം, ദേഹി, ആത്മാവ്. പരിശുദ്ധാത്മാവേ, ഞങ്ങളെ ഗൈഡ് ചെയ്യണമേ. പരിശുദ്ധാത്മാവേ, ഞങ്ങളെ നയിക്കണമേ. പരിശുദ്ധാത്മാവേ, ഞങ്ങളെ കൺട്രോൾ ചെയ്യണമേ. പരിശുദ്ധാത്മാവേ, ഞങ്ങളെ ഉപദേശിക്കണമേ. പരിശുദ്ധാത്മാവേ, അവിടുത്തെ വഴിയിലൂടെ ഞങ്ങളെ നയിക്കണമേ. ആ വലിയ പ്രാർത്ഥനയോടെ നമുക്ക് ദൈവകരങ്ങളിലേക്ക് നമ്മെ തന്നെ സമർപ്പിക്കാം. അന്നിടയാകട്ടെ. കർത്താവ് എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ, തൻ്റെ ആത്മാവിനെ കൊണ്ട് നിറയ്ക്കട്ടെ. ബെസലേലിൻ്റെ മേലും ഒഹലിയാവിൻ്റെ മേലും പകർന്നതായ ദൈവിക ജ്ഞാനത്തിൻ്റെ ആത്മാവിനെ പകർന്ന് ദൈവം നമ്മളെ സഹായിക്കട്ടെ, അനുഗ്രഹിക്കട്ടെ. ദൈവനാമം മഹത്വപ്പെടട്ടെ.